ഗുഡ് മോർണിംഗ് ഗൈസ്. ഉത്തരാഖണ്ഡിലെ രണ്ടാമത്തെ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ നാട്ടിൽ നിന്ന് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ വരെ വരുന്ന യാത്രയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുക. അതിനുശേഷം ഹരിദ്വാറിലെ അയ്യപ്പ ടെമ്പിൾ നമ്മൾ സ്റ്റേ ചെയ്തു, ഇവിടെ റൂം എടുത്തു. അയ്യപ്പ ടെമ്പിളും ഹരിവരാസനമൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡെറാഡൂണിലേക്ക് പോവാണ്. ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനില്ലേ, റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുത്തിട്ടാണ് ഒരു ലോക്കൽ എക്സ്പ്ലോറേഷൻ വേണ്ടത് നമുക്ക്. അപ്പോൾ ബസ് എടുത്തിട്ട് റോഡ് വഴി നമുക്ക് ഡെറാഡൂണിലേക്ക് പോവാം. രാവിലെ തന്നെ നമ്മൾ എണീക്കുമ്പോൾ നല്ല ശ്ലോകവും അയ്യപ്പ ഭക്തിഗാനങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കേൾക്കാൻ പറ്റും കേട്ടോ. ഇവിടെ റൂം എടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് ഗുണങ്ങളുണ്ട്. ഭയങ്കര ഒരു കാമാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഭയങ്കര വലിയ മാർക്കറ്റ്. ഇന്നലെ രാത്രിയിലെ ദൃശ്യങ്ങൾ കണ്ടില്ലേ. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കര ശാന്തമാണ്. അപ്പോൾ ശാന്തമായി പീസ്ഫുൾ ആയിട്ടുള്ള റൂമാണെങ്കിൽ ഇവിടെ വന്നിട്ട് എടുത്താൽ മതി. അങ്ങനെ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് അവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ നിന്ന് വേണം നമുക്ക് ഡെറാഡൂണിലേക്കുള്ള ബസ് കയറാൻ. പോയാലോ ചേട്ടാ? കമോൺ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് അഗെയിൻ. അവിടെ നമ്മൾ ഇന്നലെ ഇറങ്ങിയ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ. ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. ഇവിടെ ഉത്തർപ്രദേശിലെ വണ്ടിയും പഞ്ചാബിലെ വണ്ടിയും ഉത്തരാഖണ്ഡിലെ തന്നെ വണ്ടിയും അങ്ങനെ എല്ലാവിധ വണ്ടികളും നിർത്തും. നമുക്കിനി ഇവിടെ നിന്ന് ഡെറാഡൂണിലേക്കുള്ള വണ്ടി തപ്പണം. കപിലേക ഗാഡി ഓക്കെ. അപ്പോൾ ഡെറാഡൂണിലെ വണ്ടി ഒന്ന് കാണിച്ചേക്കാം. ഈ വണ്ടിയിലാണ് നമ്മുടെ ഒരു KSRTC സെറ്റപ്പ് കേട്ടോ, ഒരു KSRTC ലുക്കില്ലേ. ഈ വണ്ടിയിലാണ് നമ്മൾ ഡെറാഡൂണിൽ പോകുന്നത്. അപ്പോൾ കയറി ഗൈസ്. നല്ല സീറ്റാണല്ലോ. എനിക്കൊരു വിൻഡോ സീറ്റ് വേണം. ഓരോരുത്തർക്ക് വിൻഡോ സീറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ഒരാളവിടെ ഒരാളിവിടെ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ. ഇവിടെ നിന്ന് ഏകദേശം ഗൂഗിൾ മാപ്പിൽ 1 hour കാണിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ സമയം എടുക്കുമല്ലോ. ബസ് നിർത്തി പതുക്കെയല്ലേ പോവാം. ഒരു 2 മണിക്കൂറാണ് നമ്മൾ കണക്കാക്കുന്നത്. കണ്ടക്ടറോട് ചോദിച്ചു നോക്കാം. ഹരിദ്വാറിൽ നിന്ന് ഡെറാഡൂണിലേക്ക് ഓരോരോ മണിക്കൂറിലും ബസ് ഉണ്ടെന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് എപ്പോഴാണോ നിങ്ങളുടെ സമയം കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് വന്നിട്ട് നമുക്ക് ഏതെങ്കിലും ബസ് എടുത്ത് പോവാം. 2 ബസ്സിലെ ഡ്രൈവേഴ്സും തമ്മിൽ ഭയങ്കര വാക്ക് തർക്കം. ആരാദ്യം പോകണം എന്നുള്ളതിലാണ് തോന്നുന്നു. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ അവരും വണ്ടി എടുക്കുക, അവർ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ വണ്ടി എടുക്കുക. ഇടപെടണ്ട. ഒട്ടും മര്യാദ ഇല്ലാത്ത ഡ്രൈവിംഗ് ആട്ടോ ബസ്സുകാരുടെ. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിലേക്കാൾ മോശമാണ്. ഇവിടെ നിന്ന് ഒരു ബസ്, അവിടെ നിന്ന് വേറെ ബസ്, അവിടെ നിന്ന് അടുത്ത ബസ്. എന്താണിത്? ഹരിദ്വാറിൽ നിന്ന് ഡെറാഡൂണിലേക്ക് ഒരാൾക്ക് 120 രൂപ. നമുക്ക് 4 പേർക്ക് 480 രൂപയായിട്ടോ. ഒരു ആർമി ലോറിയുടെ പുറകിൽ വേറൊരു സാധാ ലോറി ഇടിച്ചിരിക്കുക. സാധാ ലോറിയുടെ പുറകിൽ കാണാം. അതാണ് ഇവിടെ ഇത്ര ബ്ലോക്ക്. ഗൈസ്, നമ്മുടെ ആദ്യത്തെ ടോളാണ് കേട്ടോ. ഡെറാഡൂണ് പോണ വഴിക്കുള്ള ഫസ്റ്റ് ടോളാണ് കേട്ടോ ഇത്. നല്ല റോഡായിരുന്നു കേട്ടോ. ഒരു പ്രശ്നമില്ല, കംഫർട്ടബിൾ ജേണി ആയിരുന്നു. 10 മണിക്ക് കയറിയിട്ട് 11:54 നമ്മൾ എവിടെ എത്തി? നമ്മൾ ഡെറാഡൂൺ ബസ് സ്റ്റാൻഡിലെത്തി. ഇതാണ് ഡെറാഡൂൺ ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇതാണ് എൻട്രൻസ്. നമുക്കിനി ഇവിടെ നിന്ന് റോബേഴ്സ് കേവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതവിടെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഓട്ടോ വിളിക്കണോ വല്ല ബസ്സും കയറണോ എന്ന് നോക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഡെറാഡൂണിൻ്റെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഷെയർ ടാക്സി എടുത്തേ. ഷെയർ ടാക്സിയിൽ അവർ 350 ആദ്യം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓട്ടോക്കാരൻ 300 പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് മൂപ്പര് സമ്മതിച്ചു. ഓക്കെ, 300 രൂപയ്ക്ക് റെഡി, കയറിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കുറച്ച് ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് കുറച്ച് പൈസ കുറവിൽ നമുക്ക് ഈ റോബേഴ്സ് കേവ് വരെ പോകാൻ പറ്റും. എക്സാക്ട്ലി.
അപ്പോൾ നമ്മളെ റോബേഴ്സ് കേവിൻ്റെ പാർക്കിങ്ങിലെത്തി. ഇതാണ് പാർക്കിങ്. നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്ത് തന്നു മൂപ്പര് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂറിൽ കണ്ടിട്ട് തിരിച്ചു വരികയാണെങ്കിൽ മൂപ്പരുടെ കൂടെ തന്നെ പോവാം. നമുക്ക് വലിയ ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ബാഗൊക്കെ വെക്കാനുള്ള ഒരു സംഭവമുണ്ട്. 20 രൂപയാണ് പെർ ബാഗിന് അവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഈ കേവ് എന്ന് പറഞ്ഞാൽ ഒരു അടഞ്ഞു കെട്ടിയ ഗുഹ പോലെ അങ്ങനെയല്ല. 2 സൈഡിലും പാറ, മുകളിൽ ഓപ്പൺ, താഴത്ത് കൂടെ ഒരു നദി ഒഴുകി വരുന്നുണ്ട്. അപ്പം അത്തരത്തിലാണ് കേവിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ ഷൂ ഒക്കെ മാറ്റിയിട്ട് ചെരുപ്പാക്കി. ഇനി അഥവാ ഇവിടെ വരുന്നവർക്ക് ചെരുപ്പില്ലെങ്കിൽ 10 രൂപയ്ക്ക് റെൻറ്റിന് ചെരുപ്പ് കിട്ടും കേട്ടോ. സോ ദിസ് ഈസ് ദ എൻട്രൻസ് ഓഫ് റോബേഴ്സ് കേവ്. ഈ റോബേഴ്സ് കേവിന് ഇങ്ങനെ ഒരു പേര് കിട്ടാൻ ഒരു കാരണമുണ്ട് കേട്ടോ. പണ്ട് കാലത്തെ, അതായത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് കള്ളന്മാർ ഇവിടെ വന്നിട്ട് ഒളിച്ച് താമസിച്ചു എന്നും അതുപോലെ തന്നെ കള്ളന്മാർ ലൂട്ട് ചെയ്ത സാധനങ്ങൾ, മോഷ്ടിച്ച സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഈ കേവിനകത്ത് പോയിട്ട് ഒളിപ്പിച്ചു വെച്ചു എന്നുള്ള ഒരു കഥ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിന് റോബേഴ്സ് കേവ് എന്നുള്ളൊരു പേരിട്ടിരിക്കുന്നത് കേട്ടോ. എത്ര രൂപയായിരുന്നു ടിക്കറ്റിന്? 35. ഒരാൾക്ക് 35 രൂപയാണ് കേട്ടോ വന്നത്. നമ്മൾ നടക്കുന്ന വഴിയുടെ സൈഡിലൂടെ ഈ കേവിനുള്ളിലൂടെ വരുന്ന നദി ഒഴുകി 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 അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ട്രൗസർ നനയുമല്ലോ, നമ്മുടെ പാൻറ്റും ട്രൗസറും ഒക്കെ. അപ്പോൾ ഇവിടെ റെൻറ്റിന് ട്രൗസറും ഉണ്ട്, 30 രൂപ. പിന്നെ ചേഞ്ചിങ് റൂം ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രൗസർ മാത്രം ഒന്ന് മാറ്റി എല്ലാവരും. ബനിയൻ അത് തന്നെ. ടീഷർട്ട് നനയും. ടീഷർട്ട് വന്നിട്ട് പുതിയ ടീഷർട്ട് ഇടേണ്ടി വരും. തിരക്ക് നോക്കിക്കേ, നല്ല ഒഴുക്കുള്ള വെള്ളം കേട്ടോ. Come on guys. ചെരുപ്പൊക്കെ ഇട്ട് തന്നെ ഇറങ്ങിയല്ലേ? ആ ഇറങ്ങ്. എന്താ ഇത്ര ഫുൾ ഫോട്ടോ എടുക്കല അവിടെ ഇവിടെയും മറ്റിടത്തൊക്കെ ഇരുന്നിട്ട്. നല്ല ഒഴുക്കുണ്ട്. എന്മാതിരി ഒഴുക്കാ. തിരിച്ചു വരാൻ എളുപ്പമായിരിക്കും, കാരണം ഇങ്ങോട്ടാണല്ലോ ഒഴുകുന്നത്. ഹായ് ബ്രോ. കൈസേ നല്ല ഒഴുക്കില്ലേ? എന്താ? അയ്യോ, ഇത് കുറച്ച് റിസ്കാ. നടക്കാൻ പറ്റുന്നില്ല. ആവോ, കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല, അമ്മാതിരി ഒഴുക്ക്. അയ്യോ അയ്യോ. ഒരു തരി നടന്നിട്ടുള്ളൂ, എന്തൊരു ഒഴുക്കാടാ. ഒന്ന് അതുവരെ എത്തട്ടെ കേട്ടോ, എന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഞാനെല്ലാം ഒഴുക്കിൽ ഒഴുകിപ്പോവും. എടാ അര വരെ ഇത് കൂടെ ഒരു വഴിയുണ്ട് കേട്ടോ. അവൻ അഡ്വഞ്ചർ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുക. ഞാൻ എന്തായാലും അതിലൂടെ പോകുന്നില്ല, ഞാൻ ഇത് കൂടെ പോകുന്നത്. ഞാൻ അത് കൂടെ ഇല്ല. സേഫായിട്ട് നമുക്ക് ഇത് വഴി കയറാം. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവര് ഇത് വഴി വരിക. കാല് താഴുന്നുണ്ടല്ലേ? ഉറക്കം പറയണം കേട്ടോ, നല്ല കേൾക്കും. ബാഗിൽ എന്തൊക്കെയാ? ഫോണില്ലേ? ആ, എന്നിട്ടാണ് എറിഞ്ഞത് അല്ലേ? എന്താ അവിടെ? ഞാൻ ഷാമൂട്ടനെ എടുത്തിട്ട് വരാം. ഐ ലൈക്ക് അഡ്വഞ്ചർ. ഞാൻ എൻ്റെ ചെരുപ്പൊന്ന് സ്പോട്ടിൽ വെച്ചിട്ട് വരാം. ഇത്തരത്തിലാണ് ഈ കേവിനകത്ത്. ഏതാ ലുക്കല്ലേ? ഇങ്ങനത്തെ ഒരു കേവിൽ നിങ്ങൾ വന്നിട്ടുണ്ടോ? അടിയിലൂടെ ഒരു നദി, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പാറ, മേലെ കാട് പോലെ പിടിച്ചിരിക്കുന്ന ഒരു സംഭവം. മേലെ ഓപ്പൺ ആണ് കേട്ടോ, പക്ഷേ കാട് പോലെ ഉള്ളതുകൊണ്ട് കാണാത്തതാണ്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. പക്ഷേ ഈ ഒഴുക്കുള്ളതുകൊണ്ടേ പതുക്കെ പോകാൻ പറ്റുള്ളൂ, അതാ പ്രശ്നം. സൈഡിലൂടെയൊക്കെ വെള്ളം ഒഴുകി ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മോ, ഓക്കെ. ഇതെന്താണിത്? ഇത് ശരിക്കും അഡ്വഞ്ചറസ് ആണ് കേട്ടോ. ഇത് നിൽക്കണമൊക്കെ 2 മലയും. ഇവരിവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ പേടിച്ചിട്ട് നിൽക്കുകയാണ്. അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ട്. ഡേഞ്ചറേ മീറ്റേഴ്സ്. അപ്പോൾ കിലോമീറ്റർ കണക്കിന് ദൂരം ഒന്നും ഇങ്ങനെ പോകാനില്ല, കുറച്ച് മീറ്റേഴ്സ് പോകാനുണ്ടെന്ന് പറഞ്ഞത്. സംഭവം എന്താണെന്ന് വെച്ചാൽ മീറ്റർ ആണെങ്കിലും കിലോമീറ്റർ ആണെങ്കിലും നടക്കാൻ പറ്റുന്നില്ല. ശ്യാമട്ടൻ നീ ആദ്യം പോട്ടോ. ഒഴുക്ക് നോക്കിയാ, വെള്ളത്തിന്റെ ഒഴുക്ക് കണ്ടോ? എമ്മാതിരി ഒഴുക്കാ. അയ്യോ, ഇവിടെയൊക്കെ പിടിച്ചിങ്ങനെ പോവാം, അല്ലാതെ നീങ്ങുന്നില്ല. അയ്യോ, ഇവിടെ എന്തൊരു ഒഴുക്കാടാ എൻ്റെ പൊന്നെ.
ക്രിസ്റ്റീനാണോ? എടാ. അയ്യോ, ഇക്ക്. ഏത് സൈഡാ നല്ലത്? ഏത് സൈഡാ നല്ലത്? സൈഡ്. ആ, ഓക്കെ. സൈഡ് പിടിച്ചു പോകണമെങ്കിൽ അത്ര ഇങ്ങോട്ട് താഴ്ച ഇല്ല. ആ, അയ്യോ, ഒരാളുടെ ചെരുപ്പ് എടുക്കണം നോക്കി. അമ്മേ, കുറേ പേരുണ്ട് കേട്ടോ, ഫാമിലീസും അങ്ങനെ കുറേ പേര് വരുന്നുണ്ട്. പക്ഷെ കുറച്ച് ഡേഞ്ചറസ് എന്ന് പറയാനില്ല, കുറച്ച് പണിയാണ് അങ്ങോട്ട് എത്താൻ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ മുകളിലത്തെ സംഭവങ്ങൾ കാണാനില്ലേ? ഇത് വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വഴി ഫോം ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ഫോട്ടോയും എടുത്തു കൊടുക്കണം, എന്തൊക്കെ ചെയ്യണം. ഓ, ഒരാൾ പോകണമൊക്കെ തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ പോവാം. $300 മീറ്റർ നടന്നിട്ടുണ്ടല്ലോ നമ്മൾ. ഒരു 300 മീറ്റർ ഇതിൻ്റെ ഉള്ളിലൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിലുള്ളൊരു സ്ഥലത്തെത്തുവേ. ഇവിടെ കുറച്ച് നേരം വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഓരോ കല്ലൊക്കെ നിൽക്കുന്നുണ്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വഴി കയറിയിട്ട് വേണം പോവാൻ. ഇനി അത് വഴി നമുക്ക് കയറിയിട്ട് പോകണം കേട്ടോ. ഞാനും ശ്യാമട്ടനും കയറി, ഇനി ടുട്ടും സച്ചും കയറാനുണ്ട്. നമ്മൾ വന്ന ഒരു വഴി കണ്ടോ? അയ്യോ, ഏത് വഴിയാ? ഏതാ നല്ലത്? ഏരോ മാർക്ക് കിട്ടിച്ചിട്ടുണ്ടല്ലോ. ഇത് നാച്ചുറൽ ആണോ അതോ ഇവർ കൊടന്നതാണോ? വാട്ടർ പോളിസ്റ്റർ കറക്റ്റ് നമ്മുടെ മൊസൈക്ക് ഇട്ട് വെച്ച പോലെ അല്ലേ? അല്ലേ, നല്ല രസമല്ലേ കാണാൻ? ഇതിൻ്റെ മുകളിൽ കൊത്തിപ്പിടിച്ച് കയറണം. നമ്മൾ ജസ്റ്റ് കയറി വന്നപ്പോൾ ഒരു മലയാളിനെ പരിചയം. എന്താ പേര്? സർഗ. എവിടെ നിന്നാ വരുന്നത്? കോഴിക്കോട്. ഒറ്റയ്ക്കാ? ആൾക്കാരുണ്ട്? ഓക്കെ. ഫ്രണ്ട്സ് ആയിട്ടാ? ഓക്കെ. സർഗയുടെ കൂടെയുള്ള ഫ്രണ്ട്സാ? ഒരു മലയാളീസാ? നിങ്ങളെല്ലാവരും മലയാളീസാ? ആ ഒരു സംഭവം കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡ് കാണാം. ഇതിൻ്റെ ഒരു എൻഡിൽ ഒരു ചായക്കടയുണ്ട്. അവിടെ പോയിട്ട് ചായ കുടിക്കുന്നതിലല്ല, അവിടേക്ക് പോകുന്ന ഈ വഴിയിലാണ് അഡ്വഞ്ചറസ് ഇരിക്കുന്നത്. ചായ കുടിക്കുന്നതൊക്കെ അവിടെ നിന്ന് കുടിക്കാമല്ലോ, പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഒരു ക്യാൻറ്റീൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുക എന്നുള്ളത് ഒരു വൈബല്ലേ. നമ്മൾ പോകുന്ന വഴിക്ക് ഏരോ മാർക്ക് കാണാം കേട്ടോ. ഏരോ മാർക്ക് നോക്കിയിട്ട് അങ്ങോട്ട് നടന്നാൽ മതി. ആ വഴിയാണ് സേഫ് ആയിട്ടുള്ള വഴി. ഉറവേണോ? വെള്ളം വരുന്ന നോക്കിയാൽ മലയുടെ ഇടയിലൂടെ. പണ്ട് കാലത്തൊരു നിർമ്മിതിയുടെ അവശിഷ്ടം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കല്ലും കോൺക്രീറ്റും ഒക്കെ വെച്ച് പടുത്തിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടിട്ട് ഒരു ഡാം പോലെ ഉണ്ട് കണ്ടോ. അവിടെയും കുറച്ച് ഇവിടെയും കുറച്ച്, ബാക്കി തകർന്നു പോയതാണ്. പിന്നെ ഒരു ഓവുചാലും ഉണ്ട്. അപ്പോൾ അതുവരെയൊക്കെ വെള്ളം പൊന്തുമായിരിക്കാം. എന്താ ആരും ഒച്ച ഉണ്ടാക്കണേ? വെറുതെ ഒച്ച ഉണ്ടാക്കുക അല്ലേ? വെള്ളം കുത്തി ഒലിച്ച് ഇറങ്ങുക. ക്ലസ്ട്രോഫോബിക് ആയിട്ടുള്ള ആൾക്കാരൊന്നും വരണ്ട, ചിലപ്പോൾ പേടിക്കും. കണ്ടോ, ഇതുപോലെ ഏരോ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഏരോ മാർക്ക് നോക്കിയിട്ട് അങ്ങ് പോയാൽ മതി. അല്ലെന്താ അവിടെ ഏരോ മാർക്ക് ഇട്ടത്? അത് വഴിയാണോ? അങ്ങനെ ഒരു വഴി കാണുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു വഴിയാണ്. നമുക്ക് ഇത് കൂടെ പോവാം. ഒരാൾ അവിടെ എത്തിക്കണം. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ കുറച്ച് വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടോ. ഇവിടെ ഒന്നുകൂടെ വൈഡാണ്. നമുക്ക് എത്താനായി. കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു ക്യാൻറ്റീൻ കാണാം. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ക്യാൻറ്റീൻ അടച്ചിരിക്കുന്നു. അതായിരുന്നു ക്യാൻറ്റീൻ, പക്ഷേ ഇപ്പോൾ ക്ലോസ്ഡാണ്. അവിടെ ചായ, കോഫി അങ്ങനെ പലതും എഴുതി വെച്ചിട്ടുണ്ട്. ക്യാൻറ്റീൻ അവിടെ ഉണ്ട്. ക്യാൻറ്റീൻ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ അങ്ങോട്ട് നടക്കാം. ജസ്റ്റ് ഒന്ന് അതുവരെ പോയിട്ട് വരാം.
വെള്ളം ഒഴുകി 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 ഒഴുകിയിട്ട് കല്ല് നോക്കിയേ. നല്ല സ്വർണ്ണാവും. അങ്ങനെ ആ രണ്ട് പാറയും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഓപ്പൺ വ്യൂ കിട്ടും. അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഗേൾസ് അധികം ഈ ഭാഗത്തേക്ക് വരുന്നത് കണ്ടിട്ടില്ല, ബോയ്സ് മാത്രമാണ് വന്നിട്ടുള്ളത് കേട്ടോ. കുറച്ച് ഒഴുക്ക് കൂടുതലാണ്. ഞങ്ങൾ വരുന്ന സമയത്ത് ഗേൾസ് കുറച്ച് നേരം അവിടെ ഇരിക്കുമായിരുന്നു. ഇനി മൈൻഡ് സെറ്റ് ഉണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റുന്നതാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും വരാം, പ്രായമൊന്നും കുഴപ്പമില്ല. അതല്ല ഒരു ക്ലസ്ട്രോഫോബിക്കായിട്ട് പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചിറങ്ങാം. വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു പോകണം. തിരിച്ചു പോക്ക് ഒഴുക്ക് കൂടുതലായതുകൊണ്ട് വന്നതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വെള്ളം ഒഴുകി ഒഴുകി വന്നിട്ടേ പാറയുടെ ഷേപ്പ് മാറിയിരിക്കുന്നു. നോക്കിയേ, ആ വേവ് അല്ലേ, വേവ് പോലെ വെള്ളം വരാം. താഴേക്കിറങ്ങൽ വലിയ കുഴപ്പമൊന്നുമില്ല, പിടിച്ചങ്ങ് ഇറങ്ങിയാൽ മതി. മേലെ ഇങ്ങോട്ട് കയറുമ്പോൾ പിടിച്ച് കയറിയ പോലെ. പിന്നെ ഒഴുക്കുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ കയറിയോട് തന്നെ തിരിച്ചെത്തി കേട്ടോ. തിരിച്ചിറങ്ങി എത്ര സമയം എടുത്തിട്ടുണ്ടാവും നമ്മൾ? ഒരു മണിക്കൂർ മതിയോ? ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും പോയിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ ഒരു അറ്റം വരെ പോകാനാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ കൂട്ടിക്കോ നിങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു റോബേഴ്സ് കേവ്? അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഗൈസ്. എന്താ പറയുക, നല്ല അഡ്വഞ്ചറസ് ആയിരുന്നു. അതെ, അഡ്വഞ്ചറസ് ആണ്. റിസ്ക് ഉണ്ടോയെന്ന് വെച്ചാൽ റിസ്ക് ഒന്നുമില്ല, പക്ഷേ ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ട് കാണേണ്ട ഒരു ഐറ്റമാണ്. ഡെറാഡൂണിലേക്ക് വരുമ്പോൾ ഈ സ്ഥലം മറക്കണ്ട. റോബേഴ്സ് കേവ് കേട്ടോ. റോബേഴ്സ് കേവ് കഴിഞ്ഞിട്ടേ ഒരു 15 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ താപകേശ്വർ എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിൾ ഉണ്ട്. ശിവനാണ് ഇവിടുത്തെ ഡയറ്റി എന്ന് പറയുന്നത്. പിന്നെ ഒരു റിവർ, ഒരു ഹനുമാൻ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. ഡെറാഡൂണിൽ വന്നാലുള്ള നെക്സ്റ്റ് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ച് ഋഷികേശാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. 150ഓളം പടിയുണ്ട്. അപ്പോൾ നമ്മളോട് ഓട്ടോക്കാരൻ പറഞ്ഞ് ഈ ബാഗൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇറങ്ങാൻ പോവുകയാണെന്ന്. പിന്നെ ഓട്ടോക്കാരനെ നിർത്തി കഴിഞ്ഞാൽ വെയിറ്റിംഗ് ചാർജ് വീണ്ടും കൊടുക്കേണ്ടി വരും. അപ്പോൾ മൂപ്പരോട് പൊക്കോളം പറഞ്ഞു നമ്മൾ എന്നിട്ട് ബാഗൊക്കെ ഇട്ടിട്ടുണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ല. കേദാർനാഥ് ബാഗ് ഇട്ടിട്ട് ട്രക്ക് ചെയ്ത് കയറാനുള്ള മൈൻഡിൽ വെച്ചിട്ട് വരുന്ന നമുക്ക് ഈ ചെറിയ സ്റ്റെപ്പൊക്കെ ഒരു പ്രശ്നമാണോ? തൊട്ടപ്പുറത്ത് ഹനുമാൻ്റെ വലിയൊരു സ്റ്റാച്യു ഉണ്ടോ? ആ ഹനുമാൻ്റെ സ്റ്റാച്യുവിൻ്റെ താഴെയാണ് ഈ നദി അതിഭയാനകമായി ഒഴുകുന്നത്. ഗണേശ ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ഇവർ ഗണപതിനെ വേർഷിപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒഴുക്കുന്ന ഓരോ സംഭവങ്ങളാണ്, അവരുടെ ഓരോ വിശ്വാസങ്ങളാണ്. നമ്മുടെ കേവിൽ നിന്ന് ഒഴുകി വരുന്ന സെയിം നദി തന്നെയാണ്. ഈ നദി നേരെ പോയിട്ട് യമുനയിൽ വന്ന് ചേരും. ഈ ഒരു ടെമ്പിൾ നിൽക്കുന്ന നോക്കിയേ, ഒരു മല. ആ മലയുടെ അടിയിലൂടെയാണ് ടെമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഭാഗത്തൊക്കെ മല അങ്ങോട്ട് ബിൽഡിങ്ങിൻ്റെ മേലേക്ക് കയറിയിരിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ. നമ്മൾ മുഴുവൻ ബാഗൊക്കെ തോളത്തിട്ടാണ് കേട്ടോ പോണത്. ബാഗൊന്നും എവിടെ വെച്ചിട്ടില്ല. ജസ്റ്റ് പോയി നോക്കട്ടെ, പറ്റുമെന്ന് അറിയില്ല, നോക്കിയിട്ട് വരാം. തപ്കേശ്വർ എന്നുള്ള പേര് വരാൻ കാരണം എന്താ വെച്ചാൽ ഈ മരുന്നിന് വെള്ളം ഒറ്റില്ലേ, ഈ വെള്ളം പണ്ട് പാലായിട്ടാണ് ഒറ്റിയെന്നാണ് വിശ്വാസം. മിൽക്ക് പാലായിരുന്നു എന്നാണ് വിശ്വാസം. ഈ ഒറ്റുന്നത് ശിവലിംഗത്തിന്റെ മേലതാ കാണും. ശിവലിംഗം അതിന്റെ മേലേക്കാണ് ഒറ്റിയിരുന്നത്. അപ്പോ അങ്ങനെ അതിന് ഹിന്ദിയിൽ പറയുന്ന പേരാണ് തപ്പക്കന. അങ്ങനെയാണ് തപ്കേശ്വർ പേര് ഈ സ്ഥലത്തിന് വന്നത്. അങ്ങനെയാണ് ഐതിഹ്യം കിടക്കണേ. പിന്നെ ഇപ്പോ കലിയുഗമായപ്പോ ഇത് വെള്ളമാണ്. അതെ, കലിയുഗമായപ്പോ മിൽക്ക് മാറി വെള്ളമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ സ്ഥലത്താണ് ഐതിഹ്യപ്രകാരം ദ്രോണാചാര്യയുടെ മകന്റെ പേരെന്തായിരുന്നു? അശോക് ദാമാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് തന്നെ ദ്രോണകേന്ദ്ര എന്നൊരു പേരും ഇതിന് അറിയപ്പെടുന്നുണ്ട്, ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നുണ്ട്. ഈ മലയുടെ മുകളിൽ നിന്ന് വാട്ടർ ഡ്രോപ്സ് ഇങ്ങനെ ഒറ്റിക്കൊണ്ടിരിക്കുക ഗൈസ്, കണ്ടോ? ആ വെള്ളം മുഴുവൻ ഇവിടെ തറയിൽ വീണ് കിടക്കുന്നുണ്ട്. എന്തൊരു സ്ട്രക്ചറാ നോക്കിയേ. ഇത് പെയിന്റ് അടിച്ചതാ കേട്ടോ, മല തന്നെയാണ്. ഇന്റീരിയർ ആയതുകൊണ്ട് പെയിന്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലായിടത്തും വെള്ളം ഒറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഒരു ഡോർ ഉണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിലൂടെ കുനിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ. ഇവിടെ ഗണപതിയുടെ മുകളിൽ കുറേ ചില്ലറകൾ ഇട്ട് വെച്ചിരിക്കുന്നു. ഇതെങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പക്ഷെ നമ്മുടെ കൈയൊന്നും ഒട്ടുന്നില്ല. എന്തോ ഒരു കളറ്, ഒരു വെറൈറ്റി സംഭവമാണല്ലോ.
സോ ദാറ്റ്സ് ഓൾ അബൌട്ട് തപ്കേശ്വർ. ഡെറാഡൂണിൽ വിസിറ്റ് ചെയ്യുന്നവർ ഈ ഒരു അമ്പലം കൂടെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല സ്ഥലമല്ലേ? ഒരു വെറൈറ്റി സംഭവമായിരുന്നു. നദി ഒഴുകുന്നു, ഇതാണ് വെറൈറ്റി. മല ഇങ്ങനെ വെച്ചിട്ട് ഇത് കൺസ്ട്രക്ട് ചെയ്തു എല്ലാം. ഈ അമ്പലം കംപ്ലീറ്റ് മലയുടെ ഉള്ളിൽ. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താ, നേരെ ഋഷികേശ് പിടിക്കല്ലേ? ഇനി അടുത്ത് നമുക്ക് നേരെ ഋഷികേശ് പിടിക്കാം. ഇന്ന് ഗംഗാരതി അതും മിസ്സായി. കാരണം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡെറാഡൂണിൽ കയറുമ്പോൾ 5:30 മണിയായി. ഇനി ഋഷികേശ് എത്തുമ്പോഴേക്കും എത്ര മണിയാവുമെന്ന് അറിയോ? ഒരു 2 മണിക്കൂർ കൂട്ടിക്കോളും. അപ്പോഴേക്കും ഗംഗാരതി കഴിയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഋഷികേശ് പോയിട്ട് നാളെ ഗംഗാരതി കാണുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. അടുത്ത ഗണേശനെ ഒഴുക്കാൻ കൊണ്ടുപോകുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഓരോരോ ആഘോഷങ്ങൾ നമ്മളെ വണ്ടി കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ വന്ന വണ്ടിക്കാരനെ പറഞ്ഞു വിട്ടു, വെയിറ്റിംഗ് ചാർജ് അടക്കം നല്ല പൈസയാവും. അപ്പോൾ പിന്നെ വേറെ വണ്ടി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു വിട്ടതാണ്. പക്ഷേ ഇപ്പം വണ്ടിയൊന്നും കാണുന്നില്ല. അയ്യോ, കുറച്ചുകൂടെ നടന്നു നോക്കാം, എല്ലാം കിട്ടാതിരിക്കില്ല. അടുത്ത ഒരു ഷെയർ ടാക്സി കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ. ഇനി ഷെയർ ടാക്സി എടുത്തിട്ട് നമുക്ക് ഡെറാഡൂൺ ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് നല്ലൊരു ഹോട്ടലുണ്ട് കേട്ടോ. നല്ല ഭക്ഷണമായിരുന്നു. ബാക്കി ഇവിടെ സെറ്റപ്പൊക്കെ ഒരു ലോക്കൽ സെറ്റപ്പാണ്, എത്രത്തോളം ഹൈജീനിക് ആണെന്ന് അറിയില്ല. അപ്പോൾ ഇത് നല്ലൊരു പ്രോപ്പർട്ടി ആയിട്ട് തോന്നി. പിന്നെ നമ്മൾ നേരെ ഡെറാഡൂൺ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുക്കുന്നു, ഋഷികേശ് പോകുന്നു. അയ്യോ, അങ്ങനെ നമ്മൾ ഡെറാഡൂണിൽ നിന്ന് ഋഷികേശ് എത്തി. ഋഷികേശ് എത്തിയത് ഒരു കഥയാണ്. എങ്ങനെയാണ് നമ്മൾ ഋഷികേശ് എത്തിയത്? നമ്മൾ അമ്പലമൊക്കെ വിസിറ്റ് ചെയ്തിട്ട് ഡെറാഡൂൺ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുമ്പോഴേക്കും ലാസ്റ്റ് ബസ് നമുക്ക് മിസ്സായി. ഒരു 7-7:30 ആകുമ്പോഴേക്കും ലാസ്റ്റ് ബസ് എടുക്കേണ്ടതാണ്. നമ്മൾ അതിന് ശേഷമാണ് അവിടെ എത്തിപ്പെട്ടത്. അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു ടാക്സി, ഒരു ബൊലേറോ ഒപ്പിച്ചു. അതിലാണ് നമ്മൾ ഋഷികേശ് വന്നത്. മൂപ്പര് 1200 രൂപ പറഞ്ഞു. നമ്മളൊരു എത്രയൊക്കെയാ ഉറപ്പിച്ചേ? 1100. എത്ര പറഞ്ഞിട്ട് കുറയ്ക്കണില്ല. അവസാനം 100 രൂപ കുറച്ചു. എന്നിട്ട് നമ്മളിപ്പോൾ ഋഷികേശിലെത്തി ഒരു കിടിലൻ റൂം എടുത്തു. സോ ഇതാണ് കേസ് നമ്മുടെ റൂം. 1900 രൂപയ്ക്ക് നമ്മളെടുത്ത റൂമാണ്. ഒരു ബെഡ് ഇവിടെ ഉണ്ട്, ഒരു ബെഡ് അവിടെയുണ്ട്. ഇതിലെ കോമഡി എന്താണെന്ന് വെച്ചാൽ ബാത്റൂമാണ്. കാണിച്ചുതരാം. ലൈറ്റ് വിടറാ. ഈ ബാത്റൂം വളരെ മനോഹരമായ ബാത്റൂമാണ്. നല്ല സ്പേഷ്യസ് ആണ്, ക്ലീൻ ആണ്. പക്ഷേ ഇവിടെ നിന്ന് ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പുറമേക്കും കാണാം, പുറമേ നിന്ന് ഉള്ളിലേക്കും കാണാം. അതാണ് ഈ ബാത്റൂമിൻ്റെ ഒരു പ്രത്യേകത. 1900 രൂപയ്ക്ക് ഇത് വെർത്താണ് കേട്ടോ. 4 പേർക്ക് 1900 എന്ന് പറയുന്ന ചെറിയൊരു എമൗണ്ട് അല്ലേ. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം സംഭവിച്ചു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരതി കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഋഷികേശിൽ മോർണിംഗിൽ ആരതി ഇല്ല, ഈവനിങ്ങിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന പ്ലാനിലാണ് നമ്മളിപ്പോൾ. രാവിലെ ആണെങ്കിൽ ഒരു 9 മണി 10 മണിയോട് കൂടിയിട്ട് കേദാർനാഥിലേക്കുള്ള ബസ്സുകൾ സ്റ്റോപ്പാവും. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കേദാർനാഥിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരത്തെ ആരതി കാണാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തിരിച്ച് ഹരിദ്വാറിൽ എത്തുമ്പോൾ അവിടെ നിന്ന് കാണുന്നതാണ്. വേണ്ടി വരും. നാളെ ഇപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ തന്നെ കേദാർനാഥ് പോയിട്ട് കേദാർനാഥിൻ്റെ ബേസ് ക്യാമ്പ് ഉണ്ട്, ഗൗരികുണ്ട് എന്ന പേര്. അതിൻ്റെ അവിടേക്കാണ് എത്തുക. അത് കഴിഞ്ഞിട്ട് ഗൗരികുണ്ട് നിന്ന് കേദാർനാഥിലേക്ക് ഏകദേശം 17 കിലോമീറ്ററിൻ്റെ ട്രക്കിംഗ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം റെസ്റ്റൊക്കെ എടുത്ത് അത് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും വയ്യാതെയാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ബദ്രിനാഥും കണ്ടിട്ട് വരുമ്പോഴേക്കും ആരതി മിസ്സാവോ അറിയില്ല. ഹരിദ്വാറിലാണെങ്കിൽ രാവിലെയും ഈവനിങ്ങുമായിട്ട് എന്തുണ്ട്, ആരതി ഉണ്ട്. പക്ഷേ ഋഷികേശിൽ ഈവനിങ് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മളിപ്പോൾ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ്. ഹലോ ഗൈസ്, നെക്സ്റ്റ് ഡേ ആണ് ഋഷികേശിലെ. നമ്മൾ ഋഷികേശിൽ നിന്ന് കേദാർനാഥ് പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ ഉച്ച വരെ ഇന്നലത്തെ ആ കേവിൽ നടന്നപ്പോഴേ ക്ഷീണം ബാധിച്ചു. ഉച്ച വരെ കെടുപ്പ് തന്നെയായിരുന്നു. കെടുപ്പ് പറഞ്ഞാൽ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി, റെസ്റ്റ് എടുത്തു. എന്നിട്ടിപ്പോൾ ഋഷികേശിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്കിനി ഗംഗാരതി കാണാം. ഋഷികേശിൽ 5-5:30 മണിക്ക് ഗംഗാരതി തുടങ്ങും. നല്ല മഴയല്ല, ചെറിയ ചാറ്റൽ മഴയുണ്ട്. മഴ കാരണം നമ്മൾ കോട്ടൊക്കെ ഇട്ടിട്ടാണ് ആരതി കാണാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് ത്രിവേണി ഘട്ട് കേട്ടോ.
ത്രിവേണി ഘാട്ടിലാണ് നമ്മൾ ഗംഗാരതി കാണാൻ പോകുന്നത്. ഋഷികേശ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമാണ് ത്രിവേണി ഘാട്ട്. ഋഷികേശിൽ തന്നെ 2-3 സ്ഥലങ്ങളിൽ ഗംഗാരതി നടക്കുന്നുണ്ട്. അതിൽ ഒരു സ്പോട്ടാണ് ത്രിവേണി ഘാട്ട്. ഒരുപാട് പേര് വരുന്ന തീർത്ഥാടന കേന്ദ്രമാണെങ്കിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് നല്ല വൃത്തിയിൽ നീറ്റായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഈ കുത്തി ഒലിച്ച് ഒഴുകുന്ന ഗംഗാ നദിയുടെ തീരത്ത് ഏകദേശം അവിടെ ആയിട്ടാണ് തന്ത്രിമാരും പൂജാരിമാരൊക്കെ വന്നിട്ട് ഗംഗാദേവിയെ ആരാധിക്കുന്ന ആ ഗംഗാ ആരതി നടത്തുക. മനുഷ്യരാശിയുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും അതുപോലെ തന്നെ പാപനാശങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഗംഗാദേവിയെ ആരാധിക്കുന്ന കർമ്മമാണ് ഗംഗാ ആരതി. ഗംഗാ ആരതിക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇന്ത്യയിൽ തന്നെ 3 സ്ഥലങ്ങളിലാണ് ഗംഗാ ആരതി നടക്കുന്നത്. ഒന്ന് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ, ബാക്കി 2 സ്ഥലങ്ങളും ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലും ഋഷികേശിലുമായിട്ടാണ് നടക്കുന്നത്. ഫൈനലി നമ്മൾ ഗംഗാ ആരതി കണ്ടു. കുറെ ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഈ ഗംഗാ ആരതി കാണാൻ. ആദ്യത്തെ ദിവസം കാണണമെന്നായിരുന്നു ആഗ്രഹം, നമ്മൾ ഹരിദ്വാറിൽ ഇറങ്ങിയ സമയത്ത്. പക്ഷേ ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല, നമ്മുടെ ട്രെയിൻ ലേറ്റായി. ഗംഗാ ആരതിക്ക് ശേഷമാണ് നമ്മൾ എത്തിയത്.
അതിനുശേഷം ഇന്ന് ഋഷികേശിൽ നിന്ന് ഗംഗാരതി കാണാനുള്ള ആ ഒരു ആഗ്രഹം സഫലീകരിച്ചു. നമ്മൾ ഇന്ന് കേദാർനാഥ് പോകേണ്ട ആൾക്കാരാണ്, പക്ഷേ ആരതി കാണാതെ എങ്ങനെ കേദാർനാഥ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിന്നത്. ഇനി തിരിച്ച് വരുമ്പോൾ ആരതി കാണാമെന്ന് വെച്ചാൽ ഇനി അഥവാ സമയം കിട്ടിയില്ലെങ്കിലോ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ആരതി കണ്ടിട്ട് നാളെ രാവിലെ കേദാർനാഥ് പോകാമെന്ന് വിചാരിച്ചത്. അപ്പം നാളെ രാവിലെ 5 മണിക്കാണ് കേദാർനാഥിക്കുള്ള ഷെയർ ടാക്സി പറഞ്ഞിട്ടുള്ളത്. ഇന്ന് വേറെ എങ്ങോട്ടും പോയില്ല, ഇന്നൊരു ഉച്ച വരെ റെസ്റ്റ് എടുത്തു. അതിനുശേഷം വൈകിട്ട് ആരതി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു, ആരതി കണ്ടു. അപ്പോൾ ഇനി നാളെ കേദാർനാഥിലേക്ക് പോകുമ്പോൾ ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ബാക്കി കാഴ്ചകളുമായിട്ട് നമ്മൾ നാളെ വീണ്ടും വരും. സോ ബൈ ബൈ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ബൈ ബൈ.